പഴശ്ശി കനാൽ റോഡിന്റെ പേരിൽ സർക്കാരിനുണ്ടാകുന്നത് കോടികളുടെ പുനർനിർമ്മാണം. ഓരോ വർഷവും മഴക്കാലത്ത് റോഡ് കനാലിലേക്ക് പലയിടങ്ങളിലായി തകർന്ന് യാത്ര ദുഷ്കരമാവുകയാണ്. മട്ടന്നൂർ രജിസ്റ്റർ ഓഫീസിന് മുൻവശത്ത് കഴിഞ്ഞ മഴയിൽ ഇടിഞ്ഞ റോഡിന്റെ പുനർനിർമ്മാണം ഇതുവരെ ആരംഭിച്ചില്ല. ഓരോ മഴക്കാലത്തും കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന പഴശ്ശി കനാൽ റോഡുകൾ കനാലിലേക്ക് ഇടിഞ്ഞു താഴുന്നത് പതിവാണ്. പിന്നീട് കുറേ കാലം ഇതുപോലെ കല്ലും മരവുമൊക്കെയായിട്ട് ഒന്നുകിൽ അതുവഴിയുള്ള യാത്ര പൂർണ്ണമായും മുടക്കും, അല്ലെങ്കിൽ അപകട സൂചന നൽകും. കഴിഞ്ഞ മഴക്കാലത്താണ് രജിസ്റ്റർ ഓഫീസിന് മുൻവശത്ത് റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. ഇതിനു മുന്നിലൂടെയാണ് രജിസ്റ്റർ ഓഫീസിലും എക്സൈസ് ഓഫീസിലേക്കും വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും നിരവധി ആളുകൾ പോകേണ്ടുന്നത്. ഈ റോഡിന് എതിർവശത്ത് വർഷങ്ങൾക്ക് മുമ്പ് റോഡും കരിങ്കൽ ഭിത്തിയും തകർന്നത് ലക്ഷങ്ങൾ ചെലവിട്ട് പുനർനിർമ്മാണം കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. തകർന്ന ഈ റോഡ് 92 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സുരക്ഷാ ഭിത്തി ഉൾപ്പെടെ കെട്ടി നവീകരിച്ചത്. ഇതുപോലെ പഴശ്ശി കനാലിന്റെ റോഡുകൾ പലയിടത്തായി തകർന്നും പുനർനിർമ്മിച്ചും കിടക്കുന്നുണ്ട്. രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ റോഡിന്റെ കാൽഭാഗത്തോളം കനാലിലേക്ക് പതിച്ചിട്ടും ജലസേചന വകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡായിട്ടും അപകട സൂചനാ ബോർഡ് സ്ഥാപിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്ത റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് ഭീഷണിയാണ്. മട്ടന്നൂർ മേഖലയിൽ വിവിധ ഭാഗങ്ങളിൽ തകർന്ന കനാൽ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്ക് കോടികളാണ് ചെലവാക്കിയത്. വേണ്ട സമയത്ത് അറ്റകുറ്റപ്പണി നടത്താത്തതിനാലാണ് റോഡ് ഇതുപോലെ തകർന്ന് അപകടാവസ്ഥയിലാവുന്നത്. കല്ലൂരിലും ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്ന റോഡ് നവീകരിച്ചിരുന്നു. 7 വർഷം മുമ്പ് കാരയിൽ കനത്ത മഴയിൽ റോഡും കനാലും നെടുകെ പിളർന്ന് ഒഴുകിപ്പോയിരുന്നു. 5 കോടി രൂപ ചെലവഴിച്ചാണ് റോഡും കനാലും പുതുക്കിപ്പണിതത്. പ്രദേശത്തുകാർ വർഷങ്ങളോളം യാത്രാ ദുരിതം അനുഭവിക്കേണ്ടിയും വന്നു. അറ്റകുറ്റപ്പണിക്ക് റോഡ് പൂർണ്ണമായി തകരാൻ കാത്തിരിക്കുന്നതാണ് സാമ്പത്തിക നഷ്ടത്തിനും യാത്രാ ദുരിതത്തിനും ഇടയാക്കുന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.